അന്ന് രാജസ്ഥാന്റെ ബെഞ്ചിലിരുന്ന പയ്യൻ ഇന്ന് 16,660 കോടി മൂല്യമുള്ള ടീം മേധാവി. ആരാണ് ആര്യമാൻ ബിർള? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സാക്ഷ്യം വഹിച്ചത്. 1.78 ബില്യൺ ഡോളർ, ഏകദേശം 16,660 കോടി രൂപ മൂല്യമുള്ള റെക്കോർഡ് ഇടപാടിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഉടമസ്ഥാവകാശം ഒരു വൻകിട കൺസോർഷ്യം ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു പുതിയ മുഖത്തിലേക്കാണ്. ആര്യമാൻ വിക്രം ബിർള ഒരു കാലത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ ജേഴ്സിയിൽ IPL ഡഗ്ഔട്ടിലിരുന്ന ഒരു യുവതാരം ഇന്ന് അതേ ലീഗിലുള്ള ഏറ്റവും ജനപ്രിയമുള്ള ടീമിലൊന്നിൻ്റെ ചെയർമാനായി തിരിച്ചെത്തുന്നു എന്നത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന ഒരു സംഭവം തന്നെയാണ്. ശതകോടീശ്വരനായ കുമാർ മംഗളം ബിർളയുടെ മകൻ എന്ന മേൽവിലാസത്തിനപ്പുറം സ്വന്തമായി ഒരു വ്യക്തിത്വം തെളിയിക്കാൻ പോരാടിയ ഒരു കായിക താരത്തിൻ്റെ വേഷപ്പകർച്ചയാണ് ഇത്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ അമരക്കാരൻ തൻ്റെ കരിയറിൻ്റെ ആദ്യകാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തത് കോർപ്പറേറ്റ് ഓഫീസുകളായിരുന്നില്ല, മറിച്ച് ക്രിക്കറ്റ് പിച്ചുകളായിരുന്നു. കഠിനാധ്വാനത്തിലൂടെ സ്വന്തമായി ഒരു പാത വെട്ടിത്തെളിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇതിനായി 17-ാം വയസ്സിൽ മുംബൈ വിട്ട് മധ്യപ്രദേശിലേക്ക് കുടിയേറാനും അദ്ദേഹം തയ്യാറായി. അവിടെ ഒരു സാധാരണ ക്രിക്കറ്ററെ പോലെ ഹോസ്റ്റലുകളിൽ താമസിച്ച് താഴെത്തട്ടിൽ നിന്ന് അദ്ദേഹം തൻ്റെ കരിയർ കെട്ടിപ്പടുത്തു. 2017-ൽ ആര്യമാൻ മധ്യപ്രദേശിനു വേണ്ടി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറി. 2018 IPL ലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ആര്യമാനെ സ്വന്തമാക്കി. 2 സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്നെങ്കിലും പ്ലേയിങ് 11-ൽ ഒരു അവസരം പോലും ലഭിച്ചില്ല. എങ്കിലും ലോകോത്തര താരങ്ങൾക്കൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കിട്ടത് അദ്ദേഹത്തിന് വലിയ അനുഭവ സമ്പത്തായി. രസകരമായ വസ്തുത, ഇന്നത്തെ RCB ക്യാപ്റ്റൻ രഞ്ജിത്ത് പട്ടിദാർ, ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യർ എന്നിവർ അന്ന് മധ്യപ്രദേശ് ടീമിൽ ആര്യമാൻ്റെ സഹതാരങ്ങളായിരുന്നു. IPL രാജസ്ഥാനിൽ സഞ്ജു സാംസന്റെ സഹതാരം കൂടിയായിരുന്നു അദ്ദേഹം. വളർച്ചയുടെ പാതയിലായിരിക്കെ 2019 ഡിസംബറിൽ ആര്യമാൻ ക്രിക്കറ്റിൽ നിന്ന് അനിശ്ചിതകാല അവധിയെടുക്കുന്നു. ക്രിക്കറ്റിൽ നിന്ന് വിട്ട കാലയളവിൽ ആര്യമാൻ തൻ്റെ ശ്രദ്ധ വിദ്യാഭ്യാസത്തിലേക്കും കുടുംബ ബിസിനസ്സിലേക്കും തിരിച്ചു. മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ നേതൃപാഠത്തിന് കരുത്തേകി. ിൽ നിന്ന് MBA കരസ്ഥമാക്കിയ അദ്ദേഹം ആദിത്യ ബിർള മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ ബോർഡിൽ അംഗമായി. ഒടുവിൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായിരുന്ന അദ്ദേഹം ടീമിൻ്റെ തലപ്പത്ത് എത്തിയിരിക്കുകയാണ്. RCBയുടെ പുതിയ അമരക്കാരൻ ആര്യമാൻ ബിർളയുടെ കീഴിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇനി ഏത് വിധത്തിലാകും കളത്തിൽ പടയോട്ടം നടത്തുക എന്നാണ് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.